സോ ഹായ് ഗൈസ്, ഇന്നത്തെ ഞങ്ങളുടെ ഈ പോക്ക് ഏകദേശം എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതെ, നമ്മുടെ ലുലു മോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ട്രാഫിക് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇത്രയും ട്രാഫിക് ഉണ്ടാവുമെന്ന് കരുതിയില്ല. അതുകൊണ്ട് നമുക്ക് വണ്ടി മണിപ്പുഴ വെച്ചിട്ട് എൻട്രൻസ് വരെ നടക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ എൻട്രൻസിലെത്തിയപ്പോൾ അവിടെയും നല്ല രീതിയിലുള്ള ട്രാഫിക് ആയിരുന്നു. ഇതാണ് ലുലു മോളിൻ്റെ ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ കോട്ടയംകാർ കുറേ നാളത്തെ ഒരു ആഗ്രഹം കേട്ടോ, ഒരു ലുലു മാള്. അപ്പോൾ ഇതന്ന് അങ്ങനെ ആഗ്രഹം അങ്ങ് സാധിച്ച് ഞങ്ങൾക്കും അങ്ങനെ ഒരു ലുലു മാളായി. സൺഡേ തൊട്ടാണ് പബ്ലിക്കിന് ഓപ്പൺ ആക്കും എന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇന്നലെ ഇനോഗ്രേഷൻ കഴിഞ്ഞൊരു 4 മണിയോട് കൂടി തന്നെ പബ്ലിക്കിന് മാൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിരുന്നു. 2 നിലകളിലായിട്ടാണ് മാൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിൽ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിനെ പറ്റി ഞാൻ പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ ഒന്നും പറയേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഏറ്റവും ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് ലുലുവിൻ്റെ ഓരോ ഹൈപ്പർ മാർക്കറ്റുകളും. കോട്ടയത്തും അത് വ്യത്യസ്തമല്ല. A to Z എന്നൊക്കെ പറയല്ലേ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് കിട്ടും. അതുപോലെ നമ്മുടെ ഫിഷിൻ്റെയും മീറ്റിൻ്റെയൊക്കെ സെഷനിലോട്ട് ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് സ്റ്റാഫ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താണോ വേണ്ടത് അതെല്ലാം അവിടെ അവൈലബിൾ ആണ്. റെഡി ടു കുക്ക് ഐറ്റംസ്. അങ്ങനെയുണ്ട് ലുലു മാള്. ഇവിടെ എല്ലാം ഉണ്ട്. ഇവനൊരു പെണ്ണില്ല. അങ്ങനെ ഹൈപ്പർ മാർക്കറ്റ് കണ്ട് തീർത്തതിന് ശേഷം ഞങ്ങൾ നേരെ 2nd ഫ്ലോറിലോട്ട് കയറി. ഇവിടെയാണ് നമ്മുടെ ലുലു കണക്റ്റും അതുപോലെ തന്നെ ലുലു ഫാഷൻസും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ കയറി ചെല്ലുന്നത് ലുലു ഫാഷൻസിലേക്കാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ കിഡ്സ് അതുപോലെ ലേഡീസ് ജെൻസ് എല്ലാവരുടെയും ഡ്രസ്സിന് നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. ഇപ്പോൾ ഓപ്പൺ ചെയ്തതിൻ്റെ എക്സ്ട്രാ ഡിസ്കൗണ്ടും എനിക്ക് തോന്നുന്നു അവർ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തോന്നി. 199 രൂപയൊക്കെ തൊട്ട് പിള്ളേരെ ഡ്രസ്സൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാത്തിനും ഇപ്പോൾ ഭയങ്കര ഡിസ്കൗണ്ട്സ് ഉണ്ട് കേട്ടോ. അതായത് TV ആണെങ്കിലും ലാപ്ടോപ്സ് അതുപോലെ ഫോൺസ്, ഇതിനൊക്കെ നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ വേണ്ടവരൊക്കെ വന്ന് മേടിച്ചോ. പക്ഷേ നല്ല റഷാണ്, നല്ല തിരക്കുണ്ട്. അപ്പം ബില്ലൊക്കെ അടിക്കാൻ കുറച്ച് സമയം എടുക്കും. നമ്മുടെ ബോട്ടിൻ്റെ 14,990 വരുന്ന സ്പീക്കേഴ്സ് ഇപ്പോൾ 5,949 രൂപയൊക്കെ ഉള്ളൂ. അതുപോലെ 24,000 വരുന്നതിനൊക്കെ 9,190. 160 വാൾട്ടിൻ്റെതിനൊക്കെ 6,999 രൂപയ്ക്കുള്ളൂ. MRP ഉണ്ട്. അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ വന്ന് മേടിച്ചു. 3 days ഓഫറാണ് കേട്ടോ. ഫാഷൻസിനും TVക്കും ഒക്കെ നല്ല ഓഫറുണ്ട് കേട്ടോ. 1,21-ൻ്റെയൊക്കെ 41, 1,90, 990-നൊക്കെ ഉണ്ട്. എല്ലാത്തിനും നല്ല ഓഫേഴ്സ് ഉണ്ട്. എന്തായാലും അച്ഛനമ്മമാർക്കിട്ട് നല്ലൊരു പണിയായിട്ടാണ് നമ്മുടെ ലുലു മോൾ വന്നിരിക്കുന്നത്. കാരണം ടോയ്സിൻ്റെ ഒരു ഹ്യൂജ് കളക്ഷൻസ് ആണ് ഇവിടെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എവിടെ തിരിഞ്ഞാലും ടോയ്സുകൾ. കുറേയൊക്കെ ഒന്നും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. കാരണം അത്രത്തോളം കളക്ഷൻസ് ഉണ്ട്. ഹെലികോപ്റ്റേഴ്സായിട്ടും ഓഫ് റോഡേഴ്സായിട്ടും അതുപോലെ തന്നെ ബൈക്കിൻ്റെ ചെറിയ മോഡൽസ്, പാവകൾ, ഗൺസ്, അങ്ങനെ എന്തും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം കുഞ്ഞു പിള്ളേരും ഒക്കെ ആയിട്ട് പോകുന്നവർ നല്ലതായിട്ട് സൂക്ഷിച്ചോ. നിങ്ങളുടെ പോക്കറ്റ് കീറാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം ഇതൊക്കെ കണ്ടിട്ട് കുറേയൊക്കെ എനിക്ക് മേടിക്കാൻ തോന്നി. അപ്പോൾ പിള്ളേരുടെ കാര്യം പറയേണ്ടതില്ല. പാവമുണ്ട് ഗൈസ്. സുച്ചുവിൻ്റെ പെങ്ങള് സുച്ചിനെ പെടുത്തി. ഞങ്ങളിവിടെ ലേഡി സ്റ്റോറിൽ കയറി കമ്മൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വില കുറവുള്ള കമ്മലിനകത്ത് ഏതാണെന്ന് ഞങ്ങൾ തപ്പി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. സൂര്യയുടെ സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. ജസ്റ്റ് 45 45K കണ്ടോ? ഇന്നില്ല 45K ഇന്നില്ല, അടിച്ചിട്ട് ഉണക്കായിട്ടിരിക്കുകയാണ്. നാളെ വരാം. ഒന്നും മേടിക്കടാ, മേടിക്ക്. 7,000. അടുത്തായിട്ട് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് ഇവരുടെ ഫുഡ് കോർട്ട് എന്ന് പറയുന്നത്. ഒരേ സമയം 500 പേർക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഫെസിലിറ്റി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടെ ഒരു ഫുഡ് സെഷനുണ്ട്. എനിക്ക് അവിടുത്തെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല, അത്രയും തിരക്കായിരുന്നു. പക്ഷേ അത് ഒരു രക്ഷയില്ല. നല്ല അഫോർഡബിൾ റേറ്റിലാണ് അവിടെ ഭക്ഷണം നമുക്ക് കിട്ടുന്നത്. ഇന്നലെയൊക്കെ നല്ല അഫോർഡബിൾ റേറ്റിലാണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫണ്ട്യൂറ എന്ന് പറഞ്ഞ നമ്മുടെ പിള്ളേരുടെ ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടോട്ട് പോയി. അവിടെ നല്ല ഫൺ സെഷൻസ് ആയിരുന്നു. അപ്പോൾ 2 മിടുക്കന്മാരെ കണ്ട് അവിടെ വെച്ച് അവർ വണ്ടി ഓടിച്ച് തകർക്കുമായിരുന്നു. മോനെ ഒഴിയാണല്ലോ, അപ്പുറത്തെടുത്ത് ഇരിക്കുന്നതാണോ? ഇതൊക്കെ കയറായിരുന്നു എല്ലാവരും കൂടെ.
നമ്മുടെ ലുലു മോളിലെ കാഴ്ചകൾ. അപ്പം എല്ലാവരും വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക. ഇവിടെ വരുമ്പോൾ ഇച്ചിരി പൈസയൊക്കെ ആയിട്ട് പോരും കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്ത് കുറച്ച് ടോയ്സും ഒക്കെ മേടിച്ച് വീട്ടിൽ പോകാം. അപ്പോൾ ശരി, ഇറ്റ്സ് മീ വിഷ്ണു. ബൈ ബൈ.